എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രാഫ്റ്റി സാൻസ് ബൈ സഞ്ജു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ക്രിസ്മസ് പാപ്പ ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് അല്ലേ. അപ്പോൾ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു ടേബിൾ ഡെക്കോറിനൊക്കെ പറ്റിയൊരു സാന്റാക്ലോസിനെ ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ട് വൂളൻ ത്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ക്രിസ്മസ് പാപ്പയെ നമുക്ക് കണ്ടാലോ. അപ്പോൾ 2 കളർ വൂളൻ ത്രെഡാണ്, റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു റിങ് പോലത്തെ ഒരു സാധനം വേണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറിൻ്റെ അവസാനം വരുന്ന റിങ്ങാണ്. പിന്നെ ഒരു 15 സെൻറ്റിമീറ്ററിൽ നമ്മൾ റെഡ് വൂളൻ ത്രെഡ് കട്ട് ചെയ്തിട്ട് ഈ കാണുന്നത് പോലെ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. അതിങ്ങനെ ഫുള്ള് ഈ ഒരു റിങ് മുഴുവൻ കവർ ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, കുറച്ച് നേരം കഴിയുമ്പോൾ അത് നമ്മൾ അതിനോട് കംഫർട്ടബിൾ ആയിക്കോളും. അതിങ്ങനെ എടുത്തിട്ട് ഉള്ളിലൂടെ എടുത്ത് വലിച്ചെടുത്ത് അന്ന് നോട്ട് ചെയ്ത് അത് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൊത്തം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത് എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്യുക. എല്ലാ നോട്ടുകളും ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ താഴത്തോട്ട് നീട്ടിയിരിക്കുന്ന നോട്ട് ഉള്ളിൽ കൂടെ, ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ട് പൊക്കത്തൊരു ക്യാപ്പ് പോലെ, ക്രിസ്മസ് പപ്പയുടെ ക്യാപ്പ് പോലെ ഒന്ന് നോട്ടിട്ട് കൊടുക്കുകയാണ്. അത് വേറൊരു നൂലും കൊണ്ടിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഒന്ന് വലിച്ച് ടൈറ്റാക്കി എല്ലാ നൂലുകളും നേരെ നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ഒന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ തൊപ്പി ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. മുകളിൽ നമ്മൾ നോട്ടൊക്കെ ഇട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു തൊപ്പി ഒന്ന് സ്റ്റഡിബഡിയായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളിത്തിരി കോട്ടൺ പഞ്ഞി എടുത്ത് നമ്മളൊന്ന് അതിൻ്റെ ഉള്ളിലൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. പഞ്ഞി നിറച്ചതിന് ശേഷം നമുക്ക് ആ അടിയിലൊരു ബോൾ ഉണ്ടാക്കണം. ആ ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളറിലെ വൂളൻ ത്രെഡ് എടുത്ത് ഒന്നെങ്കിൽ ഒരു കാർഡ്ബോർഡ് കഷ്ണത്തിന് പുറത്തോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ചുറ്റുന്ന പോലെ കയ്യിലൊന്ന് ചുറ്റി ഒരു ബഞ്ചാക്കി എടുക്കുക, ഒരു ബോൾ പോലെ ആക്കി എടുക്കാൻ പാകത്തിന് നമ്മൾ ആവശ്യത്തിനും കൂടുതൽ ചുറ്റിയെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല. അപ്പോൾ നല്ല പഫി ആയിട്ടിരിക്കും. നമ്മൾ ചുറ്റിയെടുത്ത ആ ഒരു ബഞ്ചിനെ നമ്മൾ കട്ട് ചെയ്ത് ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ബോളിൻ്റെ പരുവത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് അത് ഡ്രിം ചെയ്ത് കൊടുത്ത് അവസാനം നമുക്കൊരു നല്ലൊരു ബോളിൻ്റെ ഷേപ്പിൽ കിട്ടും. അതുവരെ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തിരിക്കണം. അത് ഓരോ സൈഡിലേക്ക് നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ചില സ്ഥലം പൊങ്ങി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. കട്ട് ചെയ്ത് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ബോളിൻ്റെ ഷേപ്പിൽ കിട്ടും. ആ കിട്ടുന്ന ബോളാണ് പിന്നെ നമ്മൾ ഈ ഒരു ക്യാപ്പിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഗ്ലൂ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ചെയ്യാനായിട്ട് ചെയ്യുന്നത് ഹോട്ട് ഗ്ലൂ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കാം, പക്ഷെ കുറച്ച് താമസം ഉണ്ടാവും. ഞാനിപ്പോൾ ഒട്ടിക്കുന്നത് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഫുള്ളൊന്ന് ഗമ്മ് ചെയ്തിട്ട് ആ വൈറ്റ് കളറിലെ പോം പോലെ ഇരിക്കുന്ന സാധനം ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ സാന്റാക്ലോസിൻ്റെ ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ പറഞ്ഞ തൊപ്പിയുടെ ഭാഗത്ത് നമുക്കൊരു പേളൊന്ന് വെച്ച് കൊടുക്കാം. അതിന് നമുക്ക് ഹോട്ട് ഗ്ലൂ ഒട്ടിച്ചിട്ട് പേളൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്രിസ്മസ് പാപ്പയ്ക്ക് കണ്ണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ
ഒരു 2 സ്റ്റിക്കർ പൊട്ടില്ലേ, ബ്ലാക്ക് കളറിലെ സ്റ്റിക്കർ പൊട്ടൊട്ടിച്ച് കൊടുക്കാം. അതർവൈസ് നമുക്ക് 2 മുത്തൊട്ടിച്ച് കൊടുത്താലും ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 പൊട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. 2 ബ്ലാക്ക് കളറിൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു പൊട്ട് 2 വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ക്രിസ്മസ് പപ്പയുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഔട്ട്കം, എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ ടേബിൾ ഡെക്കോറായിട്ടും അതുപോലെ തന്നെ നമുക്ക് അതിനെ പൊക്കത്തൊരു നൂല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ട്രീയിലും തൂക്കാം. ചിലവ് കുറഞ്ഞൊരു ഡെക്കോറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.